പ്രിയ സൺഡേ ശാലോം പ്രേക്ഷകരെ, ഞാൻ മാത്യു അച്ഛൻ. എൻ്റെ ജോലി കൗൺസിലിംഗ് ആണ്. സ്കൂളിൽ ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ആ സ്കൂളിലെ ഒരു സാർ എൻ്റെ അടുക്കൽ വന്നു. ആ സാർ അവിടെ കുട്ടികളെ സ്പോർട്സ് കോച്ചായിട്ട് വന്നതാണ്. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞപ്പോൾ കുട്ടികളുടെ കായിക മേഖലയിൽ കോച്ചിങ് കൊടുക്കുന്ന ഒരാളായിട്ട് വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തോട് ആ സ്കൂൾ മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടത്, വരുന്ന ടൂർണമെൻറ്റിൽ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻറ്റ്, ഫുട്ബോൾ ടൂർണമെൻറ്റ്, ഇങ്ങനെയുള്ള കളികൾ വരുമ്പോൾ സ്കൂളിലെ കുട്ടികൾക്ക് സമ്മാനം വാങ്ങിച്ചു കൊടുക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശം. അദ്ദേഹം വന്നു, കുട്ടികളെ നല്ല രീതിയിൽ പരിശീലിപ്പിച്ചു. പക്ഷേ ആ സ്കൂളിൽ നിന്ന് കുട്ടികൾ പോയി, പക്ഷെ അവർക്ക് വിജയിക്കാനായിട്ട് പറ്റിയില്ല. അദ്ദേഹം മാക്സിമം കഠിന പരിശ്രമം എടുത്ത് കുട്ടികളെ നന്നായിട്ട് കഠിനമായിട്ട് തന്നെ പരിശീലിപ്പിച്ചു. വിജയം അടുത്ത ടൂർണമെൻറ്റിന് പോകുമ്പോൾ ഉറപ്പാണെന്ന് അദ്ദേഹം തന്നെ കരുതി. പക്ഷേ അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റിയില്ല. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നത്. ഫാദറെ, എന്തെങ്കിലും സൈക്കോളജിക്കൽ ടെക്നിക്ക് ഉണ്ടോ? ഞാൻ പറഞ്ഞു, 2 കാര്യങ്ങൾ സാർ ഒന്ന് ചെയ്തു നോക്ക്. സാറിൻ്റെ പരിശീലനത്തോടൊപ്പം ഇതും കൂടി ഒന്ന് കൂട്ടിച്ചേർക്ക്. അപ്പം പുള്ളി ചോദിച്ചു, എന്താണ്? ഞാൻ പറഞ്ഞു, എല്ലാ കുട്ടികളോടും ചെന്നിട്ട് പറയണം ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ അവരോരോരുത്തരുടെയും ഫോട്ടോ എടുത്തിട്ട് അവരൊരു പേപ്പറിൽ ഒട്ടിച്ച് വെച്ച് അവരുടെ മുറി വെക്കട്ടെ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ മനോഹരമായിട്ട് എഴുതി വെക്കട്ടെ, ഞങ്ങൾ ഈ ടൂർണമെൻറ്റ് ജയിക്കും. അങ്ങനെ അവരൊന്ന് എഴുതി വെക്കട്ടെ. അങ്ങനെ എല്ലാ കളിക്കാരെ കൊണ്ടും അവരുടെ വീട്ടിൽ, അവരുടെ റൂമിൽ ഞങ്ങൾ ഈ ടൂർണമെൻറ്റ് ജയിക്കും എന്ന് എഴുതി വെക്കാൻ പറഞ്ഞു, മനോഹരമായിട്ട്. പുള്ളി പറഞ്ഞു, എനിക്കത് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, കുട്ടികളെ കളിക്ക് പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് അവർക്കൊരു മെൻ്റൽ എക്സസൈസ് കൊടുക്കൂ. എന്താണ് കൊടുക്കേണ്ടതെന്നറിയാമോ? അവരോട് ഗ്രൗണ്ടിൽ കളിക്കുന്നതായിട്ട് ഭാവന കാണാൻ, എന്നിട്ട് കളിച്ച് ജയിക്കുന്നതായിട്ട് ഭാവന കാണാൻ, അതിനുശേഷം ആ ട്രോഫി ഏറ്റുവാങ്ങുന്നതായിട്ട് ഭാവന കാണാൻ, ആ ട്രോഫിയുമായിട്ട് വീണ്ടും സ്കൂളിലേക്ക് വരുന്നു. സ്കൂളിൽ അസംബ്ലിയുടെ സമയത്ത് അവരെ പ്രിൻസിപ്പാൾ അച്ഛനും മറ്റുള്ളവരും അനുമോദിക്കുന്നതായിട്ട് അതെല്ലാം ഒരു മൂവി പോലെ കാണണം. അങ്ങനെ ഒരു മെഡിറ്റേഷൻ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. സാർ അത് 2ഉം ചെയ്തു. കുട്ടികളെ കൊണ്ട് വിഷൻ ബോർഡ് തയ്യാറാക്കിപ്പിച്ചു. അതുപോലെ തന്നെ ഭാവനയിൽ കണ്ട് ട്രോഫി ഏറ്റുവാങ്ങുന്നതും സ്കൂളിൽ അവർക്ക് കിട്ടുന്ന അനുമോദനവും ഒക്കെ ആ രീതിയിലുള്ള മെഡിറ്റേഷനും കൊടുത്തു. പ്രിയമുള്ളവരെ, എന്ത് സംഭവിച്ചു എന്നറിയാമോ? അടുത്ത ടൂർണമെൻറ്റിന് പോയപ്പോൾ അവർ വിജയിച്ചു എന്നും മാത്രമല്ല, അവരെല്ലാ കളികളും, ആ ടൂർണമെൻറ്റിൽ പങ്കെടുത്ത എല്ലാ കളികളും നല്ല രീതിയിൽ വിജയിച്ചു. ഇവിടെ സാറിൻ്റെ പരിശീലനത്തിന് വലിയ മാറ്റമൊന്നും വന്നില്ലായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണ്? അവർ കായിക പരിശീലനത്തോടൊപ്പം അവരുടെ മനസ്സിനെയും ഒരുക്കി, ലക്ഷ്യത്തിലേക്ക് അവരുടെ ആ എനർജിയെ ഒരുക്കി. അങ്ങനെയാണ് നമ്മൾ ഏതൊരു കാര്യവും നേടണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കണം. പക്ഷേ മനസ്സൊരുക്കണം. ഈ മനസ്സൊരുക്കലിലാണ് വിജയം ഇരിക്കുന്നത്. മനസ്സൊരുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേടാൻ പോകുന്ന കാര്യം നേടിക്കഴിഞ്ഞുവെന്ന് ഭാവനയിൽ കാണാൻ പറ്റണം. അത് ഞാൻ നേടിക്കഴിഞ്ഞുവെന്ന് നമ്മൾ തന്നെ കാണത്തക്ക രീതിയിൽ നമ്മുടെ മുറിയിൽ എഴുതി വെക്കണം. നിങ്ങളുടെ ഭാവന എത്രത്തോളം തീക്ഷ്ണമാണോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങളും വരും. ഇമാജിനേഷൻ ഈസ് നോട്ട് സിമ്പിൾ. Imagination is the core of success.